അപ്പോൾ സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ഭരണഘടന പ്രതിവിധിക്കുക. ഇത്തരത്തിലുള്ള 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഒരെണ്ണം ഉണ്ടായിരുന്നു, അതായത് സ്വത്തവകാശം. അതെന്താക്കി മാറ്റി? ഇപ്പോ ഒരു നിയമ അവകാശം മാത്രമാക്കിയിട്ട് മാറ്റി. അതൊരു മൗലിക അവകാശം അല്ല. അത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മാറ്റിയത്. ഇനി നമ്മൾ ആദ്യമായിട്ട് ആർട്ടിക്കിളിലേക്ക് കിടക്കുക. അപ്പൊ ആർട്ടിക്കിളിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു 12 എന്തായിരുന്നു? ആർട്ടിക്കിൾ 12 എന്തായിരുന്നു? സ്റ്റേറ്റിന്റെ നിർവചനം. സ്റ്റേറ്റിന്റെ നിർവചനമാണ്. 13ഓ? ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് ആണ്. കാരണം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് പറയാം എന്താണ്, ഗവൺമെന്റ് പല തലത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട്. യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്, മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളുണ്ട്. അതുകൂടാതെ സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെന്റൽ ബോഡീസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികളും ഈ സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ വരും. അത് ഭരണഘടന വളരെ ക്ലിയർ ആയിട്ട് ആർട്ടിക്കിൾ 12 എന്താ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി 13, ആർട്ടിക്കിൾ 13 എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് ഇപ്പൊ നമ്മുടെ വോട്ടെല്ലാം മേടിച്ച് അധികാരത്തിൽ വരുന്ന സർക്കാർ ദ്രോഹപരമായിട്ട് എന്തെങ്കിലും ഒരു നിയമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് നടത്തുന്നതെങ്കിൽ അത് തടയാനായിട്ട് കോടതികൾക്കുള്ള എന്താണ് അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ. അത് പുനഃപരിശോധിക്കുക. ആ ഒരു നിയമം നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് എന്ത് ചെയ്യാം? പുനഃപരിശോധിക്കാനായിട്ടുള്ള ഒരു അവകാശം കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 6 ടൈപ്പ് മൗലിക അവകാശങ്ങളുണ്ട്. നമ്മൾ കിടക്കുകയാണ് ഓരോന്നിലേക്ക്. ആർട്ടിക്കിൾ 14 ആദ്യത്തെ എന്ന് പറയാം നമുക്ക്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 ഇൻ ദ സെൻസ് എന്താണ്? ഈക്വാലിറ്റി ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പിക്ചറിൽ നിന്ന് അതിന് അനുസരിച്ചുള്ള ഒരു പിക്ചറാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ എന്താണ്? 2 കൂട്ടരും തുല്യതയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ എന്തിന്റെങ്കിലും ബേസിൽ ഒരു പരിഗണന കൊടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിലക്കിയിട്ടുണ്ട്. എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവയാണ് ആർട്ടിക്കിൾ 14 ഇന്ത്യൻ സിറ്റിസൺസിന് കൊടുക്കുന്നത്. അപ്പോ ഇന്ത്യൻ സിറ്റിസൺ മാത്രമല്ല, മറ്റ് വിദേശ പൗരന്മാർക്കും നിയമം ബാധകമാണ്. എല്ലാവരും നിയമത്തിന് വിധേയമാണെന്നാണ് പറയുന്നത്. അതായത് നിയമസമത്വം, ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിയമത്തിന് മുന്നിൽ എന്ത് ചെയ്യുന്നില്ല? ഏതൊരാളായാലും, ഇപ്പൊ അയാള് മന്ത്രി ആയാലും പ്രസിഡന്റിനുണ്ട് കേട്ടോ, പ്രസിഡന്റിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രസിഡന്റ് ഒരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോ MLA ആയാലും MP ആയാലും ഒക്കെ നിയമത്തിന് മുന്നിൽ എന്താണ്? ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കില്ല. MP ആയാലും MLA ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ മാത്രം അത് കോടതി നടപടികളിൽ നിന്ന് ഹാജരാകുന്നതിൽ നിന്നും ചെറിയൊരു എക്സെപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സിവിൽ കേസ് നടത്തുന്നതിനോ ഒന്നും യാതൊരുവിധ തടസ്സവുമില്ല. പിന്നെ തുല്യ നിയമ സംരക്ഷണമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഒരേപോലെ ബാധ്യതയായിട്ടുണ്ടായിരിക്കും. അത് ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയാണ് അത് അഫക്റ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു സംരക്ഷിക്കുന്ന നിയമമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിന്റെ സംരക്ഷണം കിട്ടും. അതേപോലെ ഇപ്പൊ ടാക്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഉണ്ട്. അപ്പൊ ആ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിട്ട് ആണ് അഫക്ട് ചെയ്യുക. അല്ലാണ്ട് ഈ പണക്കാർക്ക് ഇത്ര ഇത് കൂടുതലുണ്ട്, സാലറിയുടെ ബേസിലാണ് നമ്മൾ ഈ ടാക്സ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യണമെങ്കിൽ കൂടി അതിന്റെ അതായത് അപ്പൊ അംബാനിക്ക് ഒരു ടാക്സ്, അല്ലെങ്കിൽ മുകേഷ് അംബാനിക്ക് ഒരു, ബിർളയ്ക്ക് ഒരു ടാക്സ്, അല്ലെങ്കിൽ ടാറ്റയ്ക്ക് ഒരു ടാക്സ്, അങ്ങനെ വേർതിരിവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇൻകം, ആ ഇൻകത്തിൽ പെടുന്ന എല്ലാവർക്കും ഒരേ അളവായിരിക്കും. അല്ലാണ്ട് അതില് വേറെ ഒരു വേർതിരിവ് എന്ന് പറഞ്ഞ ഒരു ഇത് നടക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഭരണഘടനയിലെ 14-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ
സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുതെന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എന്താണ്? ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും, അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയിക്കോട്ടെ, ഒരു വ്യക്തിക്ക് എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത്. അതപ്പോ നമ്മൾ ഭരണഘടന ഉറപ്പ് കൊടുത്തിട്ടുള്ള ഏതൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഏതൊരു പൗരനും നിഷേധിക്കാനോ അത് എന്ത് ചെയ്യാനാ സംരക്ഷണം അതുപോലെ മറ്റു കാര്യങ്ങൾ നിഷേധിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 14 സമത്വത്തെ നിർവചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ ഇത് രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഈ നിയമത്തിന് മുന്നിൽ സമത്വം എന്നതും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുള്ള ആശയമാണ്. ഇപ്പൊ എന്താണ് നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും എന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാൻ പറ്റുമോ? എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിയമത്തിന് മുന്നിൽ സമത്വം അതുപോലെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം. നിയമം മുഖേന പറയുമ്പോ നമ്മൾ കോടതിയിൽ പോയിട്ട് അതാണോ? നിയമം മുഖേനയുള്ള സംരക്ഷണം എന്ന് പറയുമ്പോ എല്ലാവർക്കും സംരക്ഷണം എന്ന് വെച്ചാൽ സംരക്ഷണം കിട്ടുക. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് അതിനകത്ത് ഉണ്ടല്ലോ, ഇപ്പം എല്ലാവർക്കും ഇപ്പൊ വേറൊരു നാട്ടിലുള്ള ആളുകളാണെങ്കിലും നിയമം മുഖേന എന്ത് ചെയ്യാ സംരക്ഷണം കിട്ടുക. എല്ലാവർക്കും ഒരേപോലെയുള്ള സംരക്ഷണമായിരിക്കും. പിന്നെ തുല്യത, നിയമം എല്ലാവർക്കും അപ്പൊ നിയമത്തിന് എനിക്ക് പറയേണ്ട നിയമത്തിന് മുന്നിൽ സമത്വം എന്നതും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നതും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നാണ്? നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. നിയമത്തിന് മുന്നിൽ ഇപ്പൊ പാവപ്പെട്ടവനോ പണക്കാരനോ എന്നൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ ആയിരിക്കും. പിന്നെ നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നിയമം ഒരേപോലെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തെങ്കിലും അപ്പൊ അങ്ങനെ അത് തന്നെയല്ലേ മറ്റതും പാവപ്പെട്ടവരും തമ്മിലുള്ള ഇതെന്നല്ലേ പറയണത് ആദ്യത്തെ? നിയമസമത്വം എന്ന് പറയുന്ന നിയമത്തിന് മുന്നിൽ പ്രത്യേക ഒരു പരിഗണന കിട്ടൂല ഓരോ വ്യക്തിക്കും. പിന്നെ സംരക്ഷണം എന്ന് പറയുന്ന എല്ലാ പൗരന്മാർക്കും ഒരേ സംരക്ഷണമായിരിക്കും നിയമത്തിന് മുമ്പിൽ കൊടുക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കണേ. ഈ നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞത് ബെൻസി പറഞ്ഞത് ഏകദേശം സെയിം അല്ലേ? പക്ഷെ അവിടെ എന്താണ് ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. അതായത് ഒന്നുമില്ല, നിങ്ങൾ ഡെഫിനിഷൻ നോക്കി കഴിയുമ്പോൾ നിയമത്തിന് മുന്നിൽ സമത്വം, ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർക്കിടയില് മതം, ജാതി, ലിംഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ്, ഏതെങ്കിലും ഒരു പണക്കാരനോ പാവപ്പെട്ടവനോ ഇത്തരത്തിലുള്ള യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല. അത്തരത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഈക്വൽ. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അവരെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ സമന്മാരെന്നാണ് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് അവിടെ വരുന്നില്ല. ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഇതൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ പറയുന്നില്ല ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി ഉണ്ട്. ഏതില്? ഈ ഈക്വാലിറ്റി, നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ഒരു ബ്രിട്ടീഷ് നിയമത്തിന്റെ, അതായത് പലതരത്തിലുള്ള ആളുകളുണ്ട്, അവരെല്ലാവരും എന്താണ് നിയമത്തിന് മുന്നിൽ സമന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പലതരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ എന്തൊക്കെ ലോ ആണോ ഉള്ളത് അതെല്ലാവരും ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേപോലെയാണെന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് കോൺസെപ്റ്റും ഇതൊരു നെഗറ്റീവ് കോൺസെപ്റ്റും ആണ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒന്നുകൂടെ പറയൂ. അതായത് ഇപ്പൊ നമ്മളെടുത്ത് പറയാണ്, നമ്മൾ ജാതി അതുപോലെ ജാതി പറയരുത്, ജാതി ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് തരികയാണ്. അതായത് പല തരത്തിലുള്ള ജാതിയുണ്ട്, ലിംഗമുണ്ട്, പിന്നെ പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ നിയമത്തിന് മുന്നിൽ എന്താണ് സമന്മാരാണ്. നിയമത്തിന്റെ മുമ്പ് നിയമം വരുമ്പോൾ ഇവർക്കൊക്കെ ഒരേ എന്താണ് പരിഗണനയാണ് കിട്ടുള്ളൂ എന്നാണ് ഈ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ലോയുടെ മുമ്പിൽ ഇവർക്കൊക്കെ
ഒരേ അവകാശം അല്ലെങ്കിൽ സമ അവകാശമായിരിക്കും കൊടുക്കുന്നുള്ളൂ എന്നാണ് ഇത് പറയുന്നത്. മനസ്സിലാവുണ്ടോ? പക്ഷെ അത് പറയണതിന് മുന്നേ എന്ത് പറയുന്നുണ്ട്? അവിടെ പാവപ്പെട്ടവരും പണക്കാരും അതുപോലെ ജാതി വ്യവസ്ഥയും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് പറയുന്നില്ല, അങ്ങനെ ഒരു ഡെഫിനിഷനും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു വേർതിരിവ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. മനസ്സിലായോ? ഒന്നിപ്പോ നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്, പക്ഷെ അവിടെ ഒരു വേർതിരിവ് ഉണ്ടെന്ന് ആദ്യമേ സ്ഥാപിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അതായത് സമൂഹത്തില് പലതരത്തിലുള്ള വേർതിരിവ് അവിടെ ഉണ്ട്. എന്നിരുന്നാലും അവര് ലോയുടെ മുമ്പിൽ എന്തായിരിക്കും? സമന്മാരാണെന്നാണ് ആദ്യത്തെ കോൺസെപ്റ്റ് പറയുന്നത്, ഈക്വാലിറ്റി ബിഫോർ ലോ. ഓൾറെഡി സമൂഹത്തില് സാർ അപ്പം ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് ഇന്ത്യയിലുള്ള അതേ ശിക്ഷ തന്നെയാണ് കിട്ടുന്നത്, അങ്ങനെ ഒരു ഇതില്ലേ? അത് ഇതിനകത്ത് വരുന്നതാണോ? അത് ഓൾറെഡി ഉണ്ട്. അതാണ് പറഞ്ഞത്. നമുക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ത്യൻ പൗരനായിക്കോട്ടെ, താഴത്തെ നോക്കി, ഇന്ത്യൻ പൗരനും വിദേശ പൗരന്മാർക്കും അതുപോലെ കമ്പനികൾക്കും കോർപ്പറേഷനുകളൊക്കെ ഈ തുല്യ നിയമ സംരക്ഷണമാണ് കിട്ടണത്. പക്ഷെ അതല്ല കോൺസെപ്റ്റ്, അതല്ല. നമ്മൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ ഒരു അമേരിക്കൻ കോൺസെപ്റ്റ് ആണ്, ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആൾക്കാരുണ്ടോ അത് പറയുന്നില്ല, ഏതൊക്കെ വിഭാഗക്കാരുണ്ട് അങ്ങനെയൊന്നും ആ ഒരു നിയമം പറയുന്നില്ല. നിയമം എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത് എന്ന് മാത്രമാണ് ഡെഫിനിഷൻ കൊടുക്കുന്നുള്ളൂ. മനസ്സിലാവുണ്ടോ? അതായത് സമൂഹത്തിൽ ഇന്നൊരു വേർതിരിവ് ഉണ്ടെന്നുള്ള രീതിയിൽ അത് എടുത്തു കാണിക്കുന്നില്ല എന്ന് പറയുകയാണ്. കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഇപ്പൊ റിസാന ഇങ്ങനെ പറയുകയാണ്, റിസാനയുടെ വീട്ടില് എങ്ങനെയുണ്ട്, നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടില് കുറച്ച് പ്രാരാബ്ദമുണ്ട്, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹസ്ബൻഡായിട്ട് 2 ഇടിയും വഴക്കൊക്കെയാണ്, പിന്നെന്താണ് അമ്മായിയമ്മയായിട്ട് ചിലപ്പോ ചിലർക്ക് എടുത്തൊരു അടിയൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും ഞങ്ങള് എല്ലാവരും വീട്ടില് സമന്മാരും സന്തോഷവാന്മാരുമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായി? പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് വീട്ടിൽ എന്നെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി, ഇല്ലേ? ആണോ? എന്നാ നേരെ കുറച്ച് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും സന്തോഷവാന്മാരാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതിന് മറ്റത് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതൊരു കേൾക്കുന്ന ആൾ എന്ത് രീതിയിൽ എടുക്കും? അവരുടെ കുടുംബം നല്ല പോസിറ്റീവാണ്, ഓക്കെയാണ്, അവരെല്ലാവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അയാൾ കൺസിഡർ ചെയ്യും. എന്നാൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വഴിയോ അയാൾക്ക് എന്താ കിട്ടണേ? അവിടെ പ്രശ്നങ്ങളൊക്കെയാണ്, എന്നിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയണേന്ന് പറഞ്ഞേക്കാണ് എന്നുള്ള രീതിയിലായിരിക്കും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. മനസ്സിലായോ? രണ്ട് സംഭവം ശരി തന്നെ, അവസാനം പറഞ്ഞത് രണ്ടിലും സെയിം ആണ്, അല്ലെ? പക്ഷെ എന്തുണ്ട്, മറ്റേ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഓൾറെഡി അവിടെ ഇങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? അത്രേ ഉള്ളൂ. അതാണ് കാര്യം. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് പറയണം. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു. ഇന്ത്യൻ പൗരന് പുറമെ വിദേശ പൗരന്മാർക്കും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾ, കമ്പനികൾ, രജിസ്റ്റേർഡ് സൊസൈറ്റികൾ തുടങ്ങിയ നിയമജന്യ വ്യക്തിത്വങ്ങൾക്കും ഈ അവകാശങ്ങൾ ലഭിക്കും. അപ്പോൾ ഇതൊരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒരു പരിഗണനയല്ല. നിയമം മുഖേന രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ, രജിസ്റ്റേർഡ് സൊസൈറ്റികൾ തുടങ്ങിയ എന്താണ് ഫിനാൻഷ്യൽ ബോഡീസ് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ ഇത് കിട്ടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗവൺമെന്റ് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു, ആ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്ക് അനുസരിച്ച് മാത്രമാണ്. സോ ആ ലോ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലോ ആണെങ്കിൽ നമുക്ക് കിട്ടണം. അത് ഏതെങ്കിലും ഒരു ബോഡിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കൺസിഡറേഷൻ അവകാശം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഇങ്ങനെയാണ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ലൈസൻസിന് അപേക്ഷിച്ചു, ബൈ ലോ നമ്മളെല്ലാ എന്താണ് കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയായാലും ആ ഒരു കമ്പനി തുടങ്ങാനുള്ള ലൈസൻസിന് അവകാശമുള്ളൂ. എന്നാൽ ലോക്കൽ സെൽഫും ഗവൺമെന്റിൽ പഞ്ചായത്ത് സെക്രട്ടറി കാര്യങ്ങളും കോഴയ്ക്ക് വേണ്ടിയിട്ട് നമുക്കതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നമുക്കത് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് ലൈസൻസ് തരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ അപ്രോച്ച് ചെയ്യാം.
അങ്ങനെ ഒരു കൺസിഡറേഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ 14 കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പ്രത്യേക സ്കീം കൊണ്ടുവരികയാണ്, ഇത്ര ഇതിന്റെ താഴെയുള്ള കമ്പനികൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നിട്ട് ഗവൺമെന്റ് അവരുടെ ഇഷ്ടത്തിനുള്ള കമ്പനികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം, ഞങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവർക്കും കിട്ടാനുള്ള അവകാശം ഉണ്ട്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ ഗ്രൂപ്പോ സംഘടനകളോ എന്നിങ്ങനെയൊന്നുമില്ല, എല്ലാവരും, അത് എന്ത് ഫിനാൻഷ്യൽ ബോഡീസ് ആയിക്കോട്ടെ, ഗ്രൂപ്പുകളായിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഈക്വാലിറ്റി എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണ്. അതാണ് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടന തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എന്തൊക്കെ ആയാലും ചില ഇപ്പൊ നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആദ്യം ഒരെണ്ണം പറയും, തൊട്ട് താഴെ അതിന്റെ വേറെ ഒരു ക്ലോസ് വെക്കും. എന്തൊക്കെ ആയാലും സംഭവം ഇങ്ങനെയൊക്കെ ആയാലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് എക്സെപ്ഷൻ ഉണ്ട്, അത് എടുത്തു പറയും. അപ്പൊ അതാണ് എന്ത്, രാഷ്ട്രപതി, ഗവർണർ, ഈ രണ്ട് പൊസിഷനിൽ ഇരിക്കുന്ന എന്താണ് ആ വ്യക്തിത്വങ്ങൾക്ക് എന്ത് ചെയ്യും, ഇളവ് ഉണ്ട്. അതായത് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതൊരു അതാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആശയവും നിയമം മുഖേന ഉള്ള തുല്യ സംരക്ഷണം എന്നതൊരു പോസിറ്റീവ് ആശയം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് കൺസിഡർ ചെയ്തു. അപ്പൊ ഈ രാഷ്ട്രപതി ഗവർണർമാർക്ക് അവരുടെ പീരീഡില് അവര് എന്താണ് രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗവർണർ ആയിരിക്കുന്ന സമയത്തോ യാതൊരുവിധ ക്രിമിനൽ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്കെതിരെ ആരോപിക്കാം. സിവിൽ കേസുകൾ ചെയ്യാം, പക്ഷെ അതിന് നിയമ നടപടികളൊക്കെ ഉണ്ട്. കാരണം അത് രാഷ്ട്രപതിയെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അപ്പോ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, അത് ഡിഫെൻഡ് ചെയ്യാനായിട്ടൊരു ലോയറുടെ സഹായം തേടാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സിവിൽ കേസുകൾക്ക് കുഴപ്പമില്ല, അത് പക്ഷെ അങ്ങനെ രാഷ്ട്രപതിക്ക് എതിരൊന്നും അങ്ങനെ ഒന്നും പോകുന്നില്ല. ക്രിമിനൽ കേസ് ഇപ്പൊ എന്ത് തെറ്റ് ചെയ്താലും രാഷ്ട്രപതി ഇപ്പൊ ഒരാളെ കൊല്ലുക, നമ്മുടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരാളെ കൊല്ലുകയാണെങ്കിൽ കൂടി അത് ആ 5 വർഷത്തേക്ക് കേസല്ല, രാഷ്ട്രപതി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഗവർണർക്കും. സുപ്രീം കോടതി ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഭരണഘടനയിലെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ പാർലമെന്റ് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ മറ്റേ എന്തുണ്ട്, ആർട്ടിക്കിൾ 13 എടുത്തിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യും, ജുഡീഷ്യൽ റിവ്യൂവിന് വിട്ട് അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തുവാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഡിപ്ലീഷൻ ചെയ്യും അല്ലെങ്കിൽ ഡിലീഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 14 നീക്കം ചെയ്യുവാനോ അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുവാനോ സാധിക്കുകയില്ല. അതാണ് പറയുന്നത്. അപ്പോ ബേസിക് സ്ട്രക്ചറിൽ ഒന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റുകളെല്ലാം. അപ്പൊ അതില് 14 മാത്രമല്ല, എന്തും ആയിക്കോട്ടെ, അതിലെന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തുക എന്നത് സംഭവ്യമല്ല എന്നാണ് പറയുന്നത്. നിയമത്തിൽ നിന്നുള്ള ഒഴിവാക്കൽ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. നിയമസമത്വത്തിൽ നിന്നുള്ള ഒഴിവാക്കലുകളാണ് പറയുന്നത്. അത് ചില ആൾക്കാർക്ക് ചില പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അതാണ് പറഞ്ഞത്. മെയിനായിട്ട് ഗവർണറും രാഷ്ട്രപതിയായിട്ടാണ് വരുന്നത്. അതാണ് ആർട്ടിക്കിൾ 361 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനോ ഗവർണർക്കോ അനുവദിക്കുന്ന അവകാശങ്ങളെയാണ് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞേക്കണത്. അതിലൊന്നാണെന്ന് ആർട്ടിക്കിൾ 361. നിങ്ങൾ ഓർത്തു വെക്കുക, ആർട്ടിക്കിൾ 361 എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഈ ഈക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കും, ആർട്ടിക്കിൾ 14 അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ എക്സെപ്ഷൻ അനുസരിച്ച് പ്രസിഡന്റിനും ഗവർണർക്കും ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് നിയമസമത്വത്തിൽ നിന്നുള്ള ഒഴിവാക്കലുകൾക്കുള്ള പ്രത്യേക പരിഗണന ലഭിക്കുന്നത് എന്ന് ഏത് ആർട്ടിക്കിളിലാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 361 ആണെന്ന് ഓർമ്മ വേണം. അപ്പോ അവിടെ എന്താ പറയുന്നത്, സ്വന്തം അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളെ കുറിച്ചോ പ്രവർത്തന പദ്ധതികളെ കുറിച്ചോ കോടതിയിൽ വെളിപ്പെടുത്താൻ ഗവർണർക്കോ പ്രസിഡന്റിനോ ബാധ്യസ്ഥനല്ല. അപ്പൊ ഇവരുടെ അധികാര പരിധിയിൽ വരുന്ന എന്തെങ്കിലും ഫയലുകളോ അല്ലെങ്കിൽ പ്രൊജക്ടുകളോ സ്കീമുകളോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് കോടതി ചോദിച്ചാലും അത് വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇവർക്കില്ല. അതാണ് പറയുന്നത്. അടുത്തത്, രാഷ്ട്രപതിക്കോ ഗവർണർക്കോ എതിരെ അവർ ആ സ്ഥാനത്ത് തുടരുന്ന കാലത്തോളം അവർക്കെതിരെ ഒരു കോടതിക്കും ക്രിമിനൽ നടപടികൾ, ഞാൻ പറഞ്ഞു സിവിൽ നടപടികൾ എടുക്കാൻ പറ്റും. സിവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്വത്ത് വിഷയങ്ങളോ അല്ലെങ്കിൽ ചെക്ക് കേസുകളോ അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളാണ്. ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കേസുകളോ അത്തരത്തിലുള്ള കേസുകൾക്കൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ പാർലമെന്റിൽ
അനുവാദം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, ആ അനുവാദം കിട്ടണമെന്നുണ്ടെങ്കിൽ പാടാണ്. അതാ ഞാൻ പറഞ്ഞത്, അനുവാദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭരണകക്ഷി ആയിരിക്കും പ്രസിഡന്റിനെയും ഗവർണറെയും നിയമിക്കുക. അപ്പൊ അവർക്കെതിരെ ഒരു നീക്കത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യോ? ഇല്ല. അതൊന്നും വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതിയെയോ ഗവർണറെയോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിൽ അടയ്ക്കുന്നതിനോ ഉള്ള ഒരു നടപടിയും അവരുടെ ഭരണകാലത്ത് ഒരു കോടതിക്കും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതാണ്. അപ്പൊ ജയിലിൽ അടയ്ക്കാവുന്ന സിവിൽ കേസ് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സിവിൽ കേസ് അത് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ സ്പെഷ്യൽ 2/3 മെമ്പേഴ്സ് അല്ലെങ്കിൽ 50 മെമ്പേഴ്സ് ഒപ്പിടണം. ഇത്തരത്തിലുള്ള ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ഉണ്ട്. അത് ചെയ്യാൻ നമ്മൾ ഇനി രാഷ്ട്രപതി ഗവർണർ എടുക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ അത്തരം പേരുടെ വോട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ നോർമൽ വ്യക്തിയെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് അയാളുടെ അയൽക്കാരനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ എന്തെങ്കിലും ഒരു ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ ഫ്രണ്ട് അത്രയും പവർഫുൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു നടപടിയൊക്കെ തുടങ്ങാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആദ്യം പേപ്പർ കൊണ്ടു കൊടുക്കുമ്പോൾ പൊക്കോളം പറയും, വിട്ടടിച്ച് പൊക്കോളം പറയും. അപ്പൊ രാഷ്ട്രപതിയെയോ ഗവർണറോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള ഒരു നടപടിയും, അപ്പൊ ശ്രദ്ധിക്കുക, രാഷ്ട്രപതി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം ഒരു കോടതിക്കും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ എന്ത് തെറ്റ് ചെയ്താലും ജയിലിൽ അടയ്ക്കാനോ കഴിയില്ല. അത്രയും ഒരു ഹൈ പ്രൊട്ടക്ഷൻ ആണ് കിട്ടുക. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സിന് മുകളിലേക്കുള്ളവർ മാത്രമാണ് രാഷ്ട്രപതിയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പക്വതക്കുറവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഏജ് വെച്ചേക്കണത്. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ വ്യക്തി ആരാ? ഏറ്റവും പ്രായം കുറഞ്ഞ നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഈ ആർട്ടിക്കിൾ 14 വരുന്ന ചില സബ് ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 105 എന്ന് പറയും. അതായത് പാർലമെന്റിലെ ഇതാണ് പറഞ്ഞത് ചില പ്രയോറിറ്റികൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ചിലവർക്ക് ചില കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഇപ്പൊ പ്രസിഡന്റ് ഗവർണർ നമ്മൾ പറഞ്ഞു. അതുപോലെ പാർലമെന്റിലെ ഏതെങ്കിലും കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടിക്ക് അനുകൂലമായോ വോട്ട് ചെയ്തെന്ന കാരണത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തിയെന്ന കാരണത്താലോ ഒരംഗത്തിനും എതിരായിട്ട് യാതൊരു കോടതി നടപടിയും പാടില്ല എന്നാണ് അനുശാസിക്കുന്നത്. അപ്പോ നമ്മള് പറഞ്ഞു പാർലമെന്റ് മെമ്പേഴ്സിൽ തന്നെ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇവരുടെ മെമ്പേഴ്സിൽ തന്നെ ഇപ്പൊ ഈ പാർട്ടികളിൽ തന്നെ ചില ഒപ്പീനിയനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയാണ് പറയുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയാൾക്കെതിരെ കോടതി ഒരു നടപടിയും പാടില്ല എന്ന ഒരംഗത്തിനെതിരായിട്ട് യാതൊരു കോടതി നടപടിയും പാടില്ല എന്നാണ് അനുശാസിക്കുന്നത്. പാർലമെന്റിലോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന കാരണത്താലോ ഏതെങ്കിലും പ്രസ്താവന നടത്തിയെന്ന കാരണത്താലോ ഒരംഗത്തിനുമെതിരെ യാതൊരു കോടതി നടപടിയും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 105 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 194 എന്താ പറയുന്നത്? അതേപോലെ അസംബ്ലിയിലോ ഏതെങ്കിലും കമ്മിറ്റിയിലോ വോട്ട് ചെയ്തതിനോ പ്രസ്താവന നടത്തിയതിനോ ഒരംഗത്തിനുമെതിരെ നിയമ നടപടി പാടില്ല എന്നാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മള് പാർലമെന്റ് മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തെ പറയുന്ന കാര്യമാണ്. ഇത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ 114 ബന്ധപ്പെട്ട 2 ആർട്ടിക്കിളാണ് മെയിൻ ആയിട്ട് പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമ അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് കോടതി നടപടിക്ക് അയാൾ വിധേയനാണെന്ന് പറഞ്ഞൊരു പ്രസ്താവന തരികയാണെങ്കിൽ അത് തെറ്റായിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 105 194 അത്തരത്തിലുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഈ വിപ്പ് എന്ന് പറയും. വിപ്പ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് ഒരു പാർട്ടിയുടെ തീരുമാനം പാർട്ടി ബേസിൽ ഒരു MLA ആയി കഴിഞ്ഞിട്ട് ആ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്പീക്കർക്ക് ആ പാർട്ടിക്ക് എന്ത് ചെയ്യാം? ആ MLAക്ക് എതിരായിട്ട് കേസ് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആന്റി ഡിഫ്ലക്ഷൻ ലോ എന്നുള്ള ഒരു സംഗതി വരും. ആന്റി ഡിഫ്ലക്ഷൻ ലോ. ആ ആന്റി ഡിഫ്ലക്ഷൻ ലോ പ്രകാരം ഈ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള്
ആ അംഗത്വത്തിന്റെ ഇതിന് എന്താണ് അംഗമല്ലാണ്ടാവുന്നതിന് ഈ ആന്റി ഡിഫ്ലക്ഷൻ ലോ പ്രകാരം നമുക്ക് കേസ് കൊടുക്കാവുന്നതുള്ളൂ. അതായത് ഒരു പാർട്ടിയുടെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുകയും MLA ആയിട്ട് മാറുകയും ആ പാർട്ടി പറയുന്നത് പോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ മൂവ് ചെയ്യാവുന്നതുള്ളൂ ആന്റി ഡിഫ്ലക്ഷൻ ലോ പ്രകാരം. ഇത് അത്തരത്തിലുള്ള തന്നെ കേസല്ല, മറ്റേതെങ്കിലും കേസിലോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലോ ഒക്കെ പറയുന്ന കേസാണ് ഈ ആർട്ടിക്കിൾ 105, 190. ഇത് രണ്ടും സെപ്പറേറ്റ് കേസുകളാണ്. ഒന്ന് ഇതിന്റെ ആന്റി ഡിഫ്ലക്ഷൻ ലോയുടെ പരിധിയിൽ വരുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രത്യേക ബില്ല് പാസ്സാക്കണം. ആ ബില്ല് പാസ്സാക്കുമ്പോൾ ഭരണകക്ഷി MLA-മാരെല്ലാവരും ആ ഒരു ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഓപ്പോസിഷൻ പാർട്ടിക്ക് അനുകൂലമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ കേസാണ് ഈ പറയുന്നത്. മറ്റേത് കോമൺ ആയിട്ടുള്ള കുറച്ച് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളാണ് ഈ 105-ലും 194-ലും പറയുന്നത്. ഇനി വിദേശ ഭരണകർത്താക്കൾ, അംബാസിഡർമാർ, നയതന്ത്രജ്ഞർ എന്നിവരെ ക്രിമിനൽ സിവിൽ നടപടികൾക്ക് വിധേയരാക്കാൻ പാടുള്ളതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോ UN അതിന്റെ മറ്റ് ഏജൻസികൾ എന്നിവയിലെ അംഗങ്ങൾക്കെതിരെ നിയമ നടപടി പാടില്ല. ഇതെല്ലാ രാജ്യത്തും ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, നമ്മള് ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ഉണ്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ പല രാജ്യങ്ങൾക്കും ഉള്ളിലെ പ്രതിനിധികളാണ്. അതായത് IFS ഉള്ള ആൾക്കാരാണ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഏതൊരു രാജ്യത്തും ഗ്ലോബലി ഇത് അംഗീകരിച്ച കാര്യമാണ്. ഒരു രാജ്യത്തെ അംബാസിഡർമാരെയും ആർക്കും നയതന്ത്രജ്ഞന്മാരെ മറ്റൊരു രാജ്യത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ വെക്കാനോ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഡ്യൂട്ടി ചെയ്യുന്നത് പുറത്തെ രാജ്യമാണ്. പെട്ടെന്ന് ഒരു കലാപോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടില്ല. ആരും ആ ഒരു ജോലി കൺസിഡർ ചെയ്യുക പോലുമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ രാജ്യക്കാരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നയതന്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ UN പ്രതിനിധികളോ എന്തെങ്കിലും ഒരു കലാപോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ആർമി പേഴ്സൺസിനെ എന്ത് ചെയ്യാ, ഇപ്പൊ യുദ്ധങ്ങളിൽ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മനുഷ്യദ്രോഹപരമായിട്ടുള്ള നിയമ നടപടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവരെ വിട്ട് കൊടുക്കുന്നത് അംഗീകരിച്ചിട്ട് ഉള്ള കാര്യമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. വിദേശ ഭരണകർത്താക്കള്, അംബാസിഡർമാര്, നയതന്ത്രജ്ഞന്മാര് എന്നിവർക്കെതിരെ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കാൻ പാടുള്ളതല്ല. അപ്പൊ അത് അവർക്ക് പ്രത്യേക ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ആയിരിക്കും. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലൂ കളർ പാസ്പോർട്ടാണ്. ഇന്ത്യയിൽ 3 കളർ പാസ്പോർട്ട് ഉണ്ട്, അതറിയോ? 3 കളർ പാസ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്കറിയോ ഏതൊക്കെ കളറാണ്? ഇല്ല. അപ്പൊ ഒന്ന് ഒരു ബ്ലൂ കളർ നമ്മുടെ പാസ്പോർട്ട് സാധാ. 2 റെഡ് കളർ പാസ്പോർട്ട് ഉണ്ട്, അതാണ് IFS ഉദ്യോഗസ്ഥർക്കൊക്കെ കൊടുക്കുക, ഡിപ്ലോമാറ്റിക് അംബാസിഡർമാര് അവർക്കൊക്കെ. പിന്നെ ഒരെണ്ണമാണ് വൈറ്റ് കളർ പാസ്പോർട്ട്. അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. അതായത് ഈ സെക്രട്ടറി പോസ്റ്റിന് IFS ഉദ്യോഗസ്ഥരുടെ താഴെ വർക്ക് ചെയ്യുന്ന, അതായത് SSC CGL എക്സാം ഉണ്ട്. CGL എക്സാമിൽ മിനിസ്ട്രി ഓഫ് അഡ്മിനിസ്ട്രേഷൻ MOA എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അവരാണ് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഓഫീസർമാരായിട്ടൊക്കെ വരുന്നത്. ഇവിടുത്തെ ഇപ്പൊ നിങ്ങളുടെ അവിടെയുള്ള ഏതെങ്കിലും പാസ്പോർട്ട് ഓഫീസ് ഉണ്ടെങ്കിൽ അതിൽ ഹയർ പൊസിഷൻ ആയിട്ട് വരുന്നത് ഇവരായിരിക്കും. ഈ CGL എക്സാം എഴുതി ക്ലിയർ ചെയ്ത ആൾക്കാർ. അവര് പിന്നീട് എൻട്രി ലെവല് അവര് റിട്ടയർ ആകുമ്പോഴത്തേക്കും IFS കേഡറിലേക്ക് കൺഫേർഡ് ആയിട്ട് IFS കിട്ടുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ജോലിയാണ് CGL എക്സാം എഴുതിയിട്ട് അവിടെ പുറത്തുള്ള അവര് ജോലി ചെയ്യുന്ന കൺട്രീസിലെ വിദ്യാഭ്യാസം, അവിടെ മക്കൾക്ക് സൗജന്യമായിരിക്കും, അവിടുത്തെ സാലറി, പിന്നെ ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതേപോലെ കാർഗോ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അവർക്ക് 10,000 കിലോ വരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം. വൈറ്റ് പാസ്പോർട്ട് ആയിരിക്കും. അതിന്റെ പെർക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകും. ഇപ്പൊ CGL എന്ന് പറയുന്ന ഒരു എക്സാം എല്ലാവരും അറിഞ്ഞിരിക്കുക. ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളുക. കാരണം വളരെ നല്ലൊരു പോസ്റ്റാണ്, നല്ല കട്ട് ഓഫ് വരുന്ന ഒരു പോസ്റ്റാണ്. ലേഡീസിനൊക്കെ പറ്റി നല്ല പോസ്റ്റാണ്. വിദേശത്ത് പോയി പഠിക്കാൻ, ലാംഗ്വേജസ് പഠിക്കാം, അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. അവർക്ക് വൈറ്റ് കളർ പാസ്പോർട്ട് ആയിരിക്കും. ഈ അവരുടെ മുകളിലുള്ള ഈ IFS എഴുതി വന്ന ആൾക്കാർക്കാണ് റെഡ് കളർ പാസ്പോർട്ട്. പിന്നെ അതുകൂടാതെ
അംബാസഡർമാർ ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു നീല കളർ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരുടെ കാറിന് ഒരു നീല കളർ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. ചിലപ്പോ എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന വിദേശത്തുള്ള അംബാസഡർമാരുടെ നമ്പറും ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസഡർമാർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഇതേപോലെ നിന്നപ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 3 കളർ പാസ്പോർട്ട് ഉണ്ട്. അപ്പൊ വൈറ്റ് കളർ പാസ്പോർട്ട് ഉള്ളവർക്ക് ഈ ഡിപ്ലോമാറ്റിക് പരിരക്ഷ ലഭിക്കുന്നതല്ല കേട്ടോ. പക്ഷെ എന്നാലും അവര് എന്താ പറയുക, കോൺസുലേറ്റിൽ വർക്ക് ചെയ്യണ കാരണം ഇവരുടെ കെയർ ഓഫിൽ അവരങ്ങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എന്നാലും അവരുടെ പാസ്പോർട്ട് വൈറ്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെയാണ് ആർട്ടിക്കിൾ 31C, അതുപോലെ ആർട്ടിക്കിൾ 14 നിർവചന പരിധിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. 31C എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്ത്, ഈ സ്വത്തവകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. എന്തൊക്കെയായാലും ആർട്ടിക്കിൾ 31 നമ്മളിപ്പോ ഒരു നിയമാവകാശം മാത്രം ആക്കിയെങ്കിലും 31A, B, C എന്നിവ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് എന്താണ്, ഏതെങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭൂമി എന്ത് ചെയ്യാം, സർക്കാരിന് വേണമെങ്കിൽ, അതായത് നമ്മുടെ ഭൂമി സർക്കാരിന് വേണമെങ്കിൽ ഏറ്റെടുക്കാന്നുള്ള കാര്യങ്ങളാണ് ഈ 31C പറയുന്നത്. അപ്പൊ അതും ഈ 14ന്റെ അതാണ് എക്സെപ്ഷണൽ കേസ് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭൂമിക്ക് അവകാശമുണ്ട് എന്ന് കരുതിയിട്ട് സർക്കാർ ഒരു കാര്യം, ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ പദ്ധതിയോ നടപ്പിലാക്കാൻ വരുമ്പോൾ, ഒരു റോഡോ വികസന പദ്ധതികളോ വരുമ്പോൾ നമ്മുടെ ഭൂമി അതിലുണ്ടെങ്കിൽ നമുക്ക് ഈക്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കഴിയില്ല. എന്താണ്, രാഷ്ട്രത്തിന്റെ ആവശ്യം വരുമ്പോൾ ഈക്വാലിറ്റിക്കല്ല പരിഗണന, പബ്ലിക് ആയിട്ടുള്ള ഒരാവശ്യത്തിനായിരിക്കും മുൻഗണന കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ ആർട്ടിക്കിൾ 39 ക്ലോസ് ബിയിലും സിയിലും വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു കാരണവശാലും ആർട്ടിക്കിൾ 14 നിയമലംഘനം എന്ന നിലയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതില്ല. അപ്പൊ ഈ ആർട്ടിക്കിൾ 14 അതുപോലെ ആർട്ടിക്കിൾ 39 ബിയും അതുപോലെ സിയും ഒരേപോലെ തർക്കം വരികയാണെങ്കിൽ ആർട്ടിക്കിൾ 14 ആണ് എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ലംഘനം എന്ന നിലയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇതിൽ രണ്ടും കോൺട്രാഡിക്ഷൻ ആയിട്ടായിരിക്കും പറഞ്ഞേക്കണേ. പക്ഷെ എന്നാലും നമ്മൾ വാദിക്കുമ്പോൾ പരിഗണന കിട്ടുന്നത് ഫണ്ടമെന്റൽ റൈറ്റുകൾക്കായിരിക്കും, അത് നിർദ്ദേശക തത്വങ്ങൾക്കായിരിക്കില്ല. ഇത് നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് കോൺട്രാഡിക്റ്റഡ് ആയിട്ടാണ് ഇതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർട്ടിക്കിൾ 14 ലംഘനം എന്ന രീതിയിൽ അത് കണക്കാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറയും, തൊട്ട് താഴത്ത് അതിന്റെ കോൺട്രാഡിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ കൂടി പറയും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ നിയമജ്ഞരുടെ ഒരു പർദീസ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതേക്കുറിച്ച് സുപ്രീം കോടതി പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 31C പ്രവേശിക്കുമ്പോൾ ആർട്ടിക്കിൾ 14 പുറത്തേക്ക് പോകും. അതായത് ഈ 31C എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഭൂമി വിട്ടുകൊടുക്കലാണ്. അപ്പൊ ഈ 14 നമുക്ക് ആർട്ടിക്കിൾ 14 നമുക്ക് തുല്യ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അതായത് ഒരു ലോജിക്കൽ തിങ്കിങ് എന്ന് പറയില്ലേ, നമ്മളൊരു സാമാന്യ മര്യാദ എന്നൊക്കെ പറയില്ല, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഒരു ഭൂമി നമുക്ക് അവകാശപ്പെട്ടെന്ന് ഒരാള്, ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയാണ്, അയാള് ഒരു റോഡ് വരുന്നുണ്ട്, അപ്പൊ അയാളുടെയാണ് ആദ്യത്തെ ഭൂമി എന്ന് വിചാരിക്കുക. അയാൾക്ക് വേറൊരു വഴിയുണ്ട്, അയാൾക്ക് വേറൊരു വഴി അപ്പുറത്തേക്കൂടെ ഉണ്ട്. ഈ റോഡ് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അയാളുടെ സ്ഥലം പോകും. അപ്പൊ അങ്ങനെ ഒരാളാണ്. അപ്പോ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ റോഡ് വരണം. അപ്പൊ എന്തൊക്കെയായാലും കേസാവും. ഇയാൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ കേസിന് പോകുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസ് വരുമ്പോൾ ഇയാൾ പറയാണ് എനിക്കും സ്വത്തിനുള്ള അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ടെന്ന് ഇയാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് ചെയ്യും, ഈ ആർട്ടിക്കിൾ 14 31C കോൺട്രാഡിക്ഷൻ വരുമ്പോൾ ആർട്ടിക്കിൾ 14 എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ബാക്കിലേക്ക് പോകും, 31C ആയിരിക്കും. അതായത് പബ്ലിക് ആയിട്ടുള്ള രാഷ്ട്രത്തിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു നിലയിലായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും എന്ത് മുൻഗണന കൊടുക്കുക. ഈവൻ ദോ നിങ്ങൾക്ക് എന്താണ് ഈ 14, 15, 16 ഒക്കെ ഉണ്ടെങ്കിലും മൊത്തം, അതായത് രാജ്യം മൊത്തം ഒരു ഇൻട്രസ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കൂ എന്നാണ് ഇതിന്റെ ഒരു നട്ഷല് കാര്യം പറയുന്നത്. അത് ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട കേട്ടോ. എക്സാമിന് ആകെ ചിലപ്പോൾ ചോദിക്കുക ആർട്ടിക്കിൾ 14 എന്നുള്ളത് എന്തിനെ കുറിച്ചാണ്. അപ്പൊ ഈക്വാലിറ്റി ബിഫോർ ലോ, അപ്പൊ സമത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വച്ചാൽ മതി.
പിന്നെ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത് എലിമിനേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലാണ്ട് ഇത് അതേപോലെ മക്കപ്പ് ചെയ്ത് പഠിക്കണം എന്നല്ല പറയാം. നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ചിന്തിക്കുക, അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് മോക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ കൂടുതലായിട്ട് PYQ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തുമാത്രം ഡീപ്പായിട്ട് PSC ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ വേണ്ട രീതിയിലാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ വായിക്കുക. ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്, നിയമം അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. ആ നോട്ട് ഞാൻ ഇട്ടില്ല അല്ലെ, നിങ്ങൾ ആരും ഒന്നും ഓർമ്മിപ്പിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടേക്കാം. ഇത് ക്ലാസ് കഴിയുമ്പോ തന്നെ ഒന്ന് ഇട്ടേക്കാവേ. ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആർട്ടിക്കിൾ 15? വിവേചനം പാടില്ല. എന്താണ്? വിവേചനത്തിനുള്ള എല്ലാവരും നാനാജാതി മതസ്ഥരുണ്ട് അല്ലെ. അപ്പൊ ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ. എന്താണ് ഡിസ്ക്രിമിനേഷൻ? വേർതിരിവ്. അതായത് മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 15. അപ്പൊ ഏതിന്റെയൊക്കെ ബേസിലാണ്? മതത്തിന്റെ ബേസിൽ. വംശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. റേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് കറുത്തവരുന്നോ വെളുത്തവരുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുക. ഇപ്പൊ മതം, വംശം, ജാതി, ഇപ്പൊ ജാതി ഉണ്ടായിരിക്കും. അതുപോലെ ലിംഗം, അതായത് മെയില് ഫീമെയില്, ജന്മസ്ഥലം ബർത്ത് പ്ലേസ്, ഇവയുടെ എല്ലാം കാറ്റഗറിയിൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും ആരോടും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15. അത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വംശത്തിന്റെ പേരിലോ കളറിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയിൽ എന്ത് ചെയ്യാം? ചാലഞ്ച് ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ ഇതില് അധികവും വരുന്നത് ഗാന്ധിജിയുടെ സാമൂഹികമായിട്ടുള്ള സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതാണ് ഈ ഒരു ആർട്ടിക്കിള് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ ഗാന്ധിയൻ ചിന്താഗതിയാണ് ആർട്ടിക്കിൾ 15 എന്ത് ചെയ്യുന്നത്? വിഭാവനം ചെയ്യുന്നത്. അപ്പോ അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി എന്ന് പറയും. അൺടച്ചബിലിറ്റി എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. പണ്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഉയർന്ന ജാതിക്കാരും അതുപോലെ താഴ്ന്ന ജാതിക്കാരൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഡിപ്ലീഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ഇതില് ഗാന്ധിജി പറയുന്ന എന്താ? സാമൂഹ്യ സമത്വ സിദ്ധാന്തമാണ് ഗാന്ധിജിയുടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ആർട്ടിക്കിൾ 15. ഇനി ആർട്ടിക്കിൾ 15 തന്നെ 2 സബായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 15(2) പ്രകാരം എന്താണ്? യാതൊരു പൗരനും മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയോ അവയിൽ ഏതെങ്കിലുമോ കണക്കാക്കി അല്ലെങ്കിൽ എന്താണ്? കടകൾ, പൊതു ഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതു വിനോദ സ്ഥലങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം. അപ്പൊ ജസ്റ്റ് എന്താണെന്ന് പറയുന്നത്, ഈ ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെയുള്ള പ്രവേശനം അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് അതുപോലെ പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിലേക്കുള്ള പ്രവേശനത്തിന്റെ നിഷേധനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങള് ഹിന്ദു ടെമ്പിളില് അല്ലെ, ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്യമതസ്ഥർക്ക് പ്രവേശനം ഇല്ലാന്ന് എഴുതി കാണും. അപ്പൊ അത് വിശ്വാസത്തിന്റെ ഇതിന്റെയും ഭാഗമാണ്. അതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലമോ കാര്യങ്ങളല്ല, ഒരു മതസ്ഥർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണം. എന്നാൽ നേരെ മറിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ കേന്ദ്രം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും എടുക്കാനും എല്ലാ മതസ്ഥർക്കും അവകാശമുണ്ട്. ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾ തുടങ്ങിയേക്കണ ഒരു അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വ്യക്തി, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വ്യക്തി തുടങ്ങിയ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കുള്ള പ്രവേശനം അയാൾക്ക് എന്താണ് ഇന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടെന്ന് അയാൾക്ക് പറയാം. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതിന് വിവേചനം എന്ന് പറയാൻ പറ്റില്ല. അത് അയാളുടെ അവകാശമാണ്. മനസ്സിലായല്ലോ? എന്നാൽ നേരെ മറിച്ച് അതൊക്കെ ഒരു ഗവൺമെന്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ ഈ തരത്തിലുള്ള യാതൊരു വിവേചനവും പാടില്ല. അതാണ് ഈ പറയുന്നത് 15(2). അതായത് കടകള്, പൊതുജന ഭോജനശാലകൾ, ഹോട്ടലുകൾ എന്നിവയില് ഇപ്പൊ നിങ്ങളിപ്പോ ഒരാൾ ഹോട്ടൽ തുറന്നിട്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരു ഹോട്ടൽ തുറന്നു, എന്നിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിവേചനം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്.
ഇനി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ രാഷ്ട്രത്തിനെ സമ്പത്ത് കൊണ്ട് സംരക്ഷിക്കുന്നവയോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളവയോ ആയ കിണറുകൾ, അതാണ് പബ്ലിക് ആയിട്ടുള്ള കിണറുകൾ, കുളങ്ങൾ, പിന്നെന്താണ് സ്നാനഘട്ടങ്ങളാണ്, സ്നാനഘട്ടങ്ങളല്ല സ്നാനഘട്ടങ്ങൾ, അതായത് കുളിക്കടവുകള്, നിരത്തുകള്, പൊതുവിശ്രമാലയങ്ങള് എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ച് യാതൊരു വിവേചനവും പാടില്ല. അപ്പൊ ഇതും പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു പബ്ലിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളും വരുത്തരുത്. ഇത്തരത്തിലുള്ള ഏരിയകളിലും എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 15(3) അതിൽ പറയുന്ന വേറൊരു ക്ലോസ് ആണ്, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാൻ പാടില്ല. അപ്പൊ ആർട്ടിക്കിൾ 15 ഇവിടെ എന്ത് പറയുന്നുണ്ട്, ജാതി, ലിംഗത്തിന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്ത് പറയുന്നുണ്ട്, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായിട്ട് കണക്കാക്കാൻ പാടില്ല, അതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ആദ്യം ഒന്ന് പറയും, തിരിച്ച് ബാക്കി വേറെ ഒന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 15(3) ആണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള പ്രത്യേക പരിഗണന ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടേക്കണേ. ഓപ്ഷനിൽ എന്ത് തരും, ആർട്ടിക്കിൾ 15 തരും, 15(a) തരും, അല്ലെങ്കിൽ 15(1) തരും, പിന്നെ 15(2) തരും, പിന്നെ 15(3) തരും. ഇതറിയാമെങ്കിൽ മാത്രമാണ് 15(3) മാർക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് വായിക്കുമ്പോൾ മോസ്റ്റ് പ്രോബബിളി പ്രിലിംസിനൊക്കെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 15 എന്നുള്ള രീതിയിലാണ് ചോദിക്കുള്ളൂ. ഇൻ കേസ് എങ്ങാനും ഉള്ളിലേക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളത് അതേപോലെ പഠിച്ചു വെക്കാനല്ല, ജസ്റ്റ് എന്താണ് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അല്ലെങ്കിൽ 15 ഇത് ഇമ്പോർട്ടന്റ് ആയത് കാരണം ഇതൊന്ന് ഓർത്ത് വച്ചേക്കുക. മറ്റു രണ്ടെണ്ണം എന്താണ്, പബ്ലിക് ആയിട്ടുള്ള പ്രവേശനങ്ങൾക്കുള്ള നിഷേധങ്ങളാണ് ഈ പറയുന്നത് 15(2) പറയുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 15(4) എന്താ പറയുന്നത്, 15(4) പ്രകാരം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും എന്താണ് പ്രത്യേക പരിഗണന നൽകുന്നതും എന്താണ് വിവേചനമല്ല. അപ്പൊ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എന്താണ്, ഒന്നാമത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള പരിഗണന, രണ്ടാമത് സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കാവസ്ഥയിൽ നിൽക്കപ്പെട്ട പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് പ്രത്യേക പരിഗണന, അവർക്ക് ഈ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിലും ജോലികൾക്കുള്ള റിസർവേഷനും കാര്യങ്ങളും ഉണ്ട്. സോ അത് എന്താണ് വിവേചനമായിട്ട് കരുതേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇനി 15(5) പറയുന്നത് എന്താണ്, ഇത് പ്രകാരം സാമൂഹികമായോ വിദ്യാഭ്യാസപരമായിട്ടോ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങളിലെ അംഗങ്ങൾക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട്. അപ്പോ ഇത് പറയുന്നത്, ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ നിശ്ചയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ആളുകൾക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിനൊരു വിവേചനമായിട്ട് കാണണ്ട. കാരണം അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രം ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ വിവേചനമായിട്ട് കരുതേണ്ട കാര്യമില്ല എന്നാണ് ആർട്ടിക്കിൾ 15(5) പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്കക്കാർക്ക്. അപ്പൊ ഈ അടുത്ത് റീസെന്റ്ലി നമ്മളൊരു മാറ്റം വരുത്തി വന്നു. EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമനിർമ്മാണം 10% സംവരണം ഗവൺമെന്റ് ജോലികളിൽ കൊണ്ടുവന്നിട്ടുണ്ട് മോദി സർക്കാർ. അപ്പൊ അതില് മാറ്റം വരുത്തിയ ഒരു ആർട്ടിക്കിൾ ആണെന്ത്, ഈ ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15-ലെ 6ാമത്തെ ക്ലോസ് ആയിട്ടാണ് എന്ത്, ഈ EWS കൂട്ടിച്ചേർത്തത്. EWS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, മുന്നാക്കറിലെ പിന്നാക്ക വിഭാഗം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതിൽ തന്നെ. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്കക്കാർക്ക് 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. അപ്പോ ഇത് പ്രകാരം ഈ SC/ST അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി കൂടാതെ തന്നെ ഈ മുന്നാക്കറിലെ വീക്കിലി, അതായത് എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു 10% സംവരണം ഇവിടെ കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത് 15(6). ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒന്ന് ഈ 15(3), 15(5), 15(6) ഇതൊന്ന് പറഞ്ഞു വെച്ചേക്കുക.
കാരണം ചിലപ്പോൾ ഒന്ന് ചോദിക്കാം, 15 തന്നെ എടുത്ത് ചോദിക്കാണ്ട് ചിലപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് പോയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞതൊന്നും പറ്റുന്നു, 2 ആർട്ടിക്കിളെ പറഞ്ഞുള്ളൂ. എന്തായാലും ആർട്ടിക്കിൾ 14 ആർക്ക് പറയാം? ഞാൻ ചോദിക്കാം. അക്ഷരം എന്ന് പറഞ്ഞേ 14 എന്തായിരുന്നു അക്ഷര പറഞ്ഞേ നമ്മള്? ആർട്ടിക്കിൾ 14 അക്ഷര ഉണ്ടോ? അക്ഷര കേൾക്കുന്നില്ലല്ലോ. അക്ഷര ഇല്ല. ഹരിത എന്ന് പറഞ്ഞേ ആർട്ടിക്കിൾ 14 അക്ഷര കേട്ടോ? എന്നാ അക്ഷര പറഞ്ഞേ. മൈക്ക് ഓണാക്കാൻ പറ്റണ്ടായില്ല, അതാ. കുഴപ്പമില്ല. 14 എന്തായിരുന്നു പറഞ്ഞേ? നിയമം മുഖേനയുള്ള സമത്വത്തെ കുറിച്ച്. നിയമം മുഖേനയുള്ള സമത്വം. വേറെ എന്തൊക്കെ പോയിന്റുകളാ പറഞ്ഞ നമ്മള്? ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാവോ? തുല്യ സംരക്ഷണം. തുല്യ സംരക്ഷണം അല്ലെ? അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും ഒരേ പരിഗണനയാണ്, അതിൽ വേർതിരിവൊന്നും പാടില്ല എന്ന് പറയുന്നത്. 2 കൺസെപ്റ്റ് ഉണ്ട്, ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അത് രണ്ടും എന്താണ് കാര്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഒരു ബ്രിട്ടീഷ് ആശയമാണ്, ഒന്ന് മറ്റൊന്നാണ് അമേരിക്കൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും എന്തുണ്ട് ഇതിൽ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഗവർണർ പ്രസിഡന്റ് കാലഘട്ടത്തിൽ യാതൊരുവിധ ക്രിമിനൽ നടപടികളോ മറ്റു കേസുകളോ ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ പാർലമെന്റ് മെമ്പർമാർക്ക് ആ ഒരു നിയമസഭ സമ്മേളിക്കുമ്പോൾ കോടതി നടപടിയിൽ നിന്ന് എന്താ ചെയ്യാം, ചില കൺസിഡറേഷൻ കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇവര് ഒപ്പീനിയനോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞതിന്റെ ബേസിൽ ഇവർക്കെതിരെ കോടതി നടപടികൾ എടുക്കുവാൻ പാടില്ല എന്നാണ്. അതായത് നിയമസഭയ്ക്കുള്ളിൽ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് കോടതികൾക്ക് എന്ത് ചെയ്യാം, കോടതി അലക്ഷ്യ നടപടികളൊന്നും എടുക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ചില കേസിൽ ചില രാഷ്ട്രീയക്കാർ പാർലമെന്റിന് പുറത്ത് ചില അഭിപ്രായങ്ങൾ ശുംഭൻ എന്ന് വിളിക്കുക, ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യാം, കോടതിക്ക് കേസ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം. പക്ഷെ അത് പാർലമെന്റിൽ പറയണതിന് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെന്തുണ്ട് കാര്യം പറഞ്ഞേ 14 ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പിന്നെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞായിരുന്നോ? പിന്നെ 31C കാര്യം പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ 14. 31C, അതെ. അതായത് പബ്ലിക് ആയിട്ടുള്ള ആവശ്യം എന്തെങ്കിലും. ഇപ്പൊ 14 നമ്മൾ എന്തെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞു, ഒരു കോൺട്രാഡിക്ഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലായിടത്തും കാണാൻ പറ്റും. ഇത്തരത്തില് നമ്മൾ 31C ആണ് 14 31C മുന്നിൽ വന്ന. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, ആർട്ടിക്കിൾ 14 31C കൂടി വന്നു കഴിഞ്ഞാൽ ഏത് ആർട്ടിക്കിളാണ് കോടതി അല്ലെങ്കിൽ പരിഗണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 31C ആണ്. അതായത് ആർട്ടിക്കിൾ 31C വരുമ്പോ 14 പുറത്തേക്ക് പോകുന്നതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? 14 ഓക്കെ ആണല്ലോ? സർ, ഞാനൊന്ന് ലീവ് ചെയ്യണ്ടേ. ഓക്കെ. ഇനി 15 എന്തായിരുന്നു പറഞ്ഞേ? 15 ഹരിത പറഞ്ഞേ. ഹരിത ഉണ്ടോ? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് 15. വിവേചനം. ഏതൊക്കെ തരത്തിലുള്ള വിവേചന പറയുന്നത് പ്രധാനമായിട്ട്? ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയിൽ നിന്നുള്ള വിവേചനം നിരോധിക്കുന്നു. അതെ, കറക്റ്റ്. പിന്നെ വേറെന്തൊക്കെ പോയിന്റ് അതിൽ പറഞ്ഞേ? അതിൽ ആർട്ടിക്കിൾ 15(2) പൊതുസ്ഥലങ്ങളിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ വിവേചനം പാടില്ല എന്നുള്ളത്. അതെ. പിന്നെ 15(3) സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അത് വിവേചനമായിട്ട് കാണാൻ പാടില്ല. പിന്നെ 2 കൂടി പറഞ്ഞു അല്ലേ? 15(4) അതായത് നമ്മള് SC/ST ആ വിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അതും വിവേചനമായിട്ട് കാണാൻ പാടില്ല. പിന്നെ 15(5) നമ്മള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷന്റെ സമയത്ത് ഇതുപോലെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അതും വിവേചനമായിട്ട് കാണാൻ പാടില്ല. അതെ.
പോയിന്റിന്റെ ലാസ്റ്റ് വരുന്നതോ? പിന്നെ 15.6 അതായത് മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് നമ്മള് ഇതുപോലെ 10% പ്രത്യേക അല്ലെ? 10% റിസർവേഷൻ നൽകുന്നുണ്ട്. അതും വിവേചനമായിട്ട് കാണാൻ പാടില്ല. പിന്നടുത്ത് ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ നോക്കുക, നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് മുന്നിലേക്ക് പോകണം. നമുക്ക് ആകെ കുറച്ച് ദിവസം ഭൂമിയിലുള്ളൂ. സോ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, നല്ല രീതി നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വെറുതെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി എത്ര ഓക്കെ ആയാലും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ശുഭപ്രതീക്ഷ എപ്പോഴും വെക്കുക. നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടിയിരിക്കും. നല്ല രീതിയിൽ എന്നും വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യണവനെ ദൈവം എന്തെങ്കിലും കൊടുക്കുള്ളൂ. കേട്ടല്ലോ? അപ്പൊ ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു.